ഹായ് വ്യൂസ്, RJ തേരാവ ട്രാവൽ പാർട്ട്ണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ചുമ്മാ നിങ്ങൾ വിചാരിച്ചപ്പോൾ ഞാൻ ഞായറാഴ്ചത്തെ ഒരു വീഡിയോ എടുക്കാമെന്ന്. അങ്കിത്തിനും അഭിക്കും തിങ്കളാഴ്ച പരീക്ഷയുണ്ട്. അപ്പോൾ അവർ പഠിക്കുക. ചുമ മാറാഞ്ഞിട്ട് ഞാൻ പിന്നെ ഒന്ന് ചുക്ക് കാപ്പി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് കാപ്പി ഉണ്ടാക്കി കൊടുത്ത് കുടിച്ചുകൊണ്ടിരിക്കുക രണ്ടുപേരും. രാവിലെ ഞങ്ങൾ ഉപ്പുമാവായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇനി ഇച്ചിരി അവലിരിപ്പുണ്ട്. അപ്പോൾ അവലിനെ നമുക്ക് വിളയിച്ചെടുക്കാം. വിളയിക്കുക എന്നൊക്കെ പറയും, നമ്മൾക്ക് ശർക്കര ഉരുക്കി ഇതൊക്കെ വെച്ചിട്ട് റെഡിയാക്കി എടുക്കാം. ഉച്ചയ്ക്ക് ഇന്ന് ഞങ്ങൾക്ക് കഞ്ഞിയും പയറും വെക്കാമെന്ന് വിചാരിച്ച്. അതുകൊണ്ട് നമുക്കിത് വൈകിട്ടത്തേക്ക് ചായക്ക് എടുക്കാമെന്ന് വിചാരിച്ച് ഇച്ചിരി അവൽ നനച്ച് കുതിർത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അവൽ വിളയിക്കട്ടെ. അപ്പം നമുക്ക് അവൽ വിളയിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ശർക്കര തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അത് തിളപ്പിച്ച് പാവ് കാച്ചി ഇതെല്ലാം കൂടി ഇട്ട് ഇളക്കി എടുത്താൽ മതി. ഇതിനെ പിന്നെ നമുക്ക് നെയ്ക്കകത്ത് വറുത്തിടാം. നട്ട്സ് ഇരിപ്പില്ല, അതുകൊണ്ട് നമുക്ക് ഈ പൊട്ടുകടല മാത്രം ഇട്ടാൽ മതി. ഇപ്പം ഇത് അരിച്ച് ഇതിനകത്തോട്ട് ഒഴിക്കാം, പൊടി അഴുക്കൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട്. ശർക്കര നമ്മൾ പാനിയാക്കിയത് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് മണ്ണും പൊടിയൊക്കെ മാറി, ഒത്തിരി പൊടിയില്ല എന്നാലും കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി ഇതിനെ വഴറ്റിയിട്ട് പറ്റിച്ചിട്ട് ഈ സംഭവങ്ങളൊക്കെ ഇട്ട് ഇളക്കാം. അഭി ചെയ്യാൻ വന്നിട്ടുണ്ട് ഏലക്ക ഇടിക്കാൻ, ചേലക്ക പൊടിക്കാൻ. പക്കി ഇടിക്കും ഇതൊക്കെ നല്ലോണം പൊടിയട്ടെ. പണി ചെയ്യാൻ മതിയേക്കോ, പഠിക്കണ്ടല്ലോ. നോക്ക്, ഇതിന് നമുക്ക് ഇതിനകത്തൊക്കെ വാരിയിടാം. പൊടിച്ച് ഇല്ലേ പോയി ഇടാൻ. അപ്പം ഏലക്ക ഇട്ടിട്ടുണ്ട്. അപ്പം ശർക്കരയുടെ കൂടെ ഏലക്ക ഇടുമ്പോൾ ഒരു മണമൊക്കെ വരുന്നുണ്ട്. കുറച്ചൊന്ന് കുറുകുമ്പോൾ ഒരു നൂൽപ്പരുവൊക്കെ ആവണമായിരിക്കും, നോക്കാം എത്ര ആകുന്നു. ഇനി നമുക്ക് എടുത്ത് വച്ചേക്കുന്ന തേങ്ങയും കൂടെ ഇടാം. ഫ്രിഡ്ജിനകത്ത് ഇരുന്നതായതുകൊണ്ടേ തണുപ്പ്. അപ്പം തേങ്ങയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കാം. കുറച്ചൊന്ന് കുറുകിയിട്ട് നമുക്ക് അവലും കൂടി ഇട്ടെടുക്കാം. അപ്പം നല്ല മണം വരുന്നുണ്ട് ഏലക്കയുടെയൊക്കെ. ലവി, മണം വേണ്ട? മണം വരുന്നുണ്ട്. നമുക്ക് നെയ്യ് എടുത്ത് വറക്കാം. നെയ്ക്കകത്ത് ആ പൊട്ടുകടല വറുത്തെടുക്കാം. ഇത് നമുക്ക് ഇട്ട് വറക്കാം. ഇതിന്റെ പേരെന്തോ പറഞ്ഞ? ഇത് പൊട്ടുകടല എന്ന് പറയാം. നമ്മുടെ ശർക്കര പാനി റെഡി ആവാറൊക്കെ ആയില്ല, കുറച്ചുകൂടെ ആവാനുണ്ട്. ഇത് നമുക്ക് നെയ്ക്കകത്ത് വറുത്തെടുക്കാം. ഈ എള്ളും കടലയും കൂടെ, പൊട്ടുകടലെന്നായിരിക്കും പറയുന്നത്. ഓഫ് ചെയ്ത് വെക്കാം. അത് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കിത് ഇട്ടാൽ മതി. അവലിട്ട് കഴിഞ്ഞിട്ട് ശർക്കരപ്പാനിയുടെ അളവ് അതെങ്ങനെ ആയി എന്നുള്ളതിൻ്റെ പരുവം നോക്കിയിട്ട് നമുക്ക് അവല് വിളയിച്ചെടുക്കാം. ഇപ്പം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം നമുക്ക് അവല്. അന്നേരം അവല് നല്ലോണം ഇപ്പം വെള്ളത്തിൽ കുതിർന്ന പോലെ ഇരിക്കും. കുറച്ചുകൂടെ ഒന്ന് കുറുകി വന്നിട്ട് ഒരു നൂൽപ്പരുവൊക്കെ ആ പരുവത്തിനൊക്കെ ഇട്ടാൽ നമുക്ക് 2 ദിവസമൊക്കെ വെച്ച് കഴിക്കാൻ പറ്റുന്ന രീതിയിലെടുക്കാം. പിന്നെ ആദ്യമൊക്കെ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഒത്തിരി അങ്ങ് കുറുകിയിട്ടായിരുന്നു ശർക്കര കുറുകിയിട്ടിരുന്നത്. അപ്പം നമുക്ക് ഭയങ്കര പാടായിരുന്നു കടിച്ച് തിന്നാനൊക്കെ. അപ്പോൾ കട്ടിയായിട്ടിരിക്കും. അപ്പോൾ നമുക്ക് കുറേ ദിവസം വേണമെങ്കിൽ വെക്കാം. പക്ഷേ അത് പെട്ടെന്ന് കഴിച്ച് എടുക്കാൻ പറ്റത്തില്ല നമുക്ക്.
കഴിക്കാൻ പറ്റത്തില്ല. അപ്പം ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന രീതിയാവുമ്പം ആ പരുവത്തിന് ഇടുമ്പോൾ നമുക്ക് 2 ദിവസമൊക്കെ വെച്ച് ഉപയോഗിക്കാൻ പറ്റും. നല്ല മണം അത് നല്ല സോഫ്റ്റുമാണ് കിട്ടുന്നത്. അപ്പം അങ്കിത്തിനും അബിക്കൊക്കെ നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഒന്നുണ്ടാക്കി കൊടുക്കാമെന്ന്. വെയിറ്റ് പിടിക്കുന്നുണ്ടോ? ഇത് നമുക്ക് അവലിടാം. ഇനി നമ്മൾ നമ്മുടെ അല്ലേ ആ വെള്ളത്തിനകത്ത് പേര് ശർക്കര പാനി. ശർക്കര പാനിനകത്ത് അവലിട്ട് ഇനി മിക്സ് ചെയ്യുക. എന്തൊരു മണ! സത്യം നല്ല മണ. സത്യം ഞാൻ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന എള്ളും കടലയും ഇട്ട് കൊടുക്കാം. നമ്മൾ എല്ലാം മിക്സ് ചെയ്യുക. നിർത്താത്തുക. അപ്പം നമ്മുടെ അവല് വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നേരത്തെ പോലെ അവല് റെഡി ആയിട്ടുണ്ട്. ഇനി നല്ലതായിട്ട് മിക്സ് ചെയ്ത് ചൂടാറിയിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? നമ്മുടെ അവല് വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അഭിജിത്തിന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ടേസ്റ്റ് ഉണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന്. നിങ്ങൾ ഭക്ഷണം ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് കഴിച്ചിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്ന്. ഹൗസ് ഇറ്റ് ടേസ്റ്റി? ഉച്ചയ്ക്ക് നമുക്ക് കഞ്ഞി ഉണ്ടാക്കാം. കഞ്ഞിക്ക് നമുക്ക് അരിയും പയറും കൂടെ ഒരുമിച്ചിട്ട് കഞ്ഞി വെക്കാം. നമ്മുടെ റേഷനരി തീർന്നിട്ട് നമ്മൾ ഇവിടുന്ന് മലയാളിക്കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അരിയാ. 5 കിലോയുടെ പാക്കറ്റ് കിട്ടും. അതാണിത്. മറ്റേത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് തീർന്ന്. അപ്പം നമുക്ക് കഞ്ഞി വെക്കാൻ ഇച്ചിരി അരി, കുറച്ച് തോമരപ്പരിപ്പും കുറച്ച് നമുക്കുള്ള ദാലും പയറും എല്ലാം കൂടെ ഒക്കെ ഇട്ട് കഞ്ഞി വെക്കാം. കുറച്ച് ചെറുപയറും കുറച്ച് വൻപയറും എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് കുക്കറിനകത്തിട്ട് കഞ്ഞി വെക്കാം. നമ്മുടെ അരിയും പയറും എല്ലാം കൂടെ കഴുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിനകത്തിടാം. കുറച്ച് ഉലുവയും കൂടി ഇട്ടായിരുന്നു ഇതിൻ്റെ കൂട്ടത്തിൽ. मुझे नहीं चाहिए. और किसका है? ഞങ്ങൾ കഞ്ഞി കുടിക്കാൻ പോവുകയാണ്. സൺഡേ കഞ്ഞി. കഞ്ഞി, ചമ്മന്തിപ്പൊടി, മാങ്ങാച്ചാറും പപ്പടം വറുത്തത്. നേരത്തോണ്ട് ഞങ്ങൾ കഞ്ഞി കുടിക്കുവാണ്. കറിയൊന്നും ഇല്ലെങ്കിൽ ഈ കഞ്ഞി കുടിക്കാൻ നല്ലതാ. ദാലെല്ലാം ഇട്ടുകൊണ്ട് കഴിച്ചു നോക്കിയാ അബി. കഴിക്കോ? അപ്പൊ ഞങ്ങളിനി കഞ്ഞി കുടിക്കട്ടെ. കുട്ടു നിതില ബൈക്ക് അപ്പോൾ എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്ന നിതില ഇവിടുന്ന് പോയി. പിന്നെ നമുക്ക് വൈകിട്ട് വൺഡേ എക്സാം ഉള്ളതുകൊണ്ട് 2 പിള്ളേർക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അബിയും കൂടെ വരുത്തി പറഞ്ഞു കൊടുത്തു. അബിയുടെ ക്ലാസ് 5ാം ക്ലാസ്സിലാണ് ആ കൊച്ചും പഠിക്കുന്നത്. അന്നേരം അവർ രണ്ടുപേരുടെയും ഒരുമിച്ചിരുത്തി പറഞ്ഞു കൊടുത്ത്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ വൈകിട്ട് ചായയൊക്കെ ഇട്ട് കുടിച്ചു. ചായ കുടിക്കാൻ ട്യൂഷൻ കഴിഞ്ഞിട്ട് അബി വെളിയിൽ അങ്ങോട്ട് കളിക്കാൻ പോയിരിക്കുന്നു. റോഡിൽ കളിക്കുന്നു. അവലും ചായയും
കുറച്ച് അവല് ഞാൻ ആനന്ദിക്ക് കൊടുത്തായിരുന്നു ഇത് കഴിച്ച് കാണുമായിരിക്കും. അമ്പി രാത്രി കഴിക്കാൻ എന്താ വേണം? കഞ്ഞി മതിയോ നൂഡിൽസ് വേണോ? കഞ്ഞി വേണോ നൂഡിൽസ് വേണോ? പെട്ടെന്ന് പറ. അങ്കിത്തിന് എന്താ വേണം? നൂഡിൽസ് വേണോ? ചുമക്കരുത് കിടന്ന്. നിനക്ക് നൂഡിൽസ് വേണോ? നൂഡിൽസ് ഉണ്ടാക്കട്ടെ? ഉച്ചയ്ക്ക് കഞ്ഞി ആയതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി രാത്രി റിച്ച് ആക്കാന്ന് വിചാരിച്ചു. നൂഡിൽസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. നൂഡിൽസ്, ചൗമീൻ്റെ നൂഡിൽസ് ഇരിപ്പുണ്ട്. നൂഡിൽസ് ഉണ്ട്, നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കാം. ഉച്ചയ്ക്ക് കഞ്ഞിയായിരുന്നു ഞങ്ങൾ കുടിച്ചത്, അതുകൊണ്ട് ഞങ്ങൾക്ക് നേരത്തെ വിശന്ന്. അപ്പം ഇനി നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കാം രാത്രിയിൽ. ഇത് നമ്മൾ മാജിക് മസാല വാങ്ങിച്ച് വെച്ചേക്കുന്നതാണ്. ഇതിനകത്ത് നമുക്ക് എത്ര പാക്കറ്റ്? 12 പാക്കറ്റ് ഉണ്ട്. സാറ്റിസ്. അപ്പം നമുക്ക് കൂടെ മസാല വാങ്ങിക്കണ്ട. ആഴ്ച ഒരു ദിവസം ഉണ്ടാക്കിയാൽ മതി. ഒരുപാട് ഉപയോഗിക്കരുത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മാജിക് മസാല. പാസ്തയ്ക്ക് ഉപയോഗിക്കാം, മാഗിക്കും എല്ലാം ഉപയോഗിക്കാം. നമുക്ക് സബ്ജിക്ക് ഉപയോഗിക്കാമെന്ന് തോന്നുന്നു. സബ്ജിക്ക് ഉപയോഗിക്കുന്ന മാജിക് മസാല മാജിക്. എത്ര രൂപ വില? 60 രൂപ 12 പാക്കറ്റ്. നമ്മൾ പറഞ്ഞ 5 രൂപയ്ക്ക് അല്ലാതെ വാങ്ങിക്കുന്നത്. 12 5 60. ഷിംല മിർച്ചി ഇത്ര ഇരിപ്പുള്ളൂ. നമുക്ക് ഇന്നാളെ ഞാൻ നൂഡിൽസ് ഉണ്ടാക്കിയപ്പോൾ ചിക്കൻ ഇട്ടായിരുന്നേ. ഇപ്പം നമുക്കൊരു മട്ടൻ ചിക്കൻ ഇതിനകത്തിടാം. സെറ്റ്. ഇനിയിപ്പോൾ നമ്മുടെ മുട്ട റെഡി ആയിട്ടുണ്ട്. ഇതാ ഇട്ടോടെ മിക്സ് ചെയ്യണം. അതി പിടിക്കാം. സോസ് ഒഴിക്കച്ചിരി വേണമെങ്കിൽ സോസ് ഒഴിച്ചാൽ മതി. ഒരു ഇച്ചിരി ടേസ്റ്റ് കിട്ടും. അപ്പം ഞങ്ങൾ നൂഡിൽസ് കഴിക്കുകയാണ്. ഡിന്നറാണ് ഞങ്ങളുടെ. എങ്ങനെയുണ്ട് നൂഡിൽസ് കഴിക്കാൻ? കടയിലെ നൂഡിൽസിന് ടേസ്റ്റ് ഉണ്ടോ? അത്രേ ഇല്ലെങ്കിൽ കുരുമുളകിൻ്റെ എരിയില്ലേ? കുരുമുളക് ഇട്ടതുകൊണ്ട് കുരുമുളകിൻ്റെ എരിയുണ്ട്. പിന്നെ നമ്മൾ പാസ്ത മറ്റേ മാഗി മസാല മാത്രമേ ഇട്ടുള്ളൂ. കൊള്ളാം, കുഴപ്പമില്ല കഴിക്കാൻ. അപ്പം ഞങ്ങൾ കഴിക്കട്ടെ. അങ്ങനെ രാത്രിയിൽ പിന്നെ നൂഡിൽസൊക്കെ കഴിച്ച് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് അവർക്ക് പഠിക്കാനുണ്ടായിരുന്നു. ഇത് സൺഡേയിലെ വീഡിയോ ആയിരുന്നു. അപ്പോൾ സൺഡേയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതായിരുന്നു. അപ്പം പിന്നെ മൺഡേ എക്സാം ഉള്ളതായിരുന്നു അവർക്ക്. അപ്പം പിന്നെ കുറച്ചുകൂടെയൊക്കെ പഠിക്കാനുണ്ടായിരുന്നു, റിവൈസ് ചെയ്യണമായിരുന്നു. അങ്ങനെ പിന്നെ ഹസ്ബൻഡൊക്കെ വിളിച്ച് കാര്യമൊക്കെ പറഞ്ഞ്. അപ്പം നമ്മുടെ സൺഡേ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. വിടാൻ കുറച്ച് താമസിച്ചു പോയി, കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.